താങ്ക് യു ആൾ. അപ്പോൾ കൃത്യസമയത്ത് തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ എത്തിയിട്ടുള്ള നമ്മുടെ ഓക്സിജനോ ഇന്റർനാഷണൽ ബിഗ് പ്രൈവേറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ഞാൻ ഹാർദവമായി വെൽക്കം ചെയ്യുകയാണ്. ഒരുപാട് സന്തോഷം. നമ്മുടെ ഓരോരോ മിനിറ്റുകളും സാറിനോ എന്നോട് കൃത്യം 6 മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അതിലൊരു 4 മിനിറ്റാണ് വൈകിയിരിക്കുന്നത്. ഈ 4 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇനി വരുന്ന ഓരോരോ കൊള്ളങ്ങളിലും 4000, 40,000, 4 ലക്ഷങ്ങൾ നമ്മുടെ അക്കൗണ്ടിൽ വരാൻ പറ്റിയ ദിവസങ്ങളായിട്ടാണ് ഓക്സി നമ്മൾ മാറ്റാൻ പോണത്. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഓരോരോ സ്റ്റെപ്പുകളും ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന ഈ ഒരു 2025 ഇനി വരുന്ന ഓരോരോ കൊല്ലങ്ങളും നമ്മൾ ഒരു കോടീശ്വരന്മാരെ ആകാനുള്ള ആ ഒരു സ്റ്റെപ്പിലാണ് നമ്മൾ. അതുകൊണ്ട് നിങ്ങൾ തുടക്കം കുറിക്കുമ്പോഴേ ഓരോരോ മിനിറ്റുകളും നിങ്ങൾ വാല്യൂബിൾ ആയിട്ടുള്ള മിനിറ്റുകളായിട്ട് എടുക്കണം. നമ്മുടെ ടീം മെമ്പേഴ്സിനോടും അതുപോലെ നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായാലും നമ്മുടെ ഹെൽത്ത് അടിപൊളിയായിട്ട് തന്നെ നോക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ വീട്ടിൽ വേണം നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം നമ്മൾ ഡെയിലിയും യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് എന്തെങ്കിലും നിങ്ങൾ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ, ചിലപ്പോൾ മേടിച്ചു വെച്ചിട്ട് യൂസ് ചെയ്യാലോ എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ 1-ാം തീയതി നിങ്ങൾ പൊട്ടിച്ചോ. നിങ്ങളുടെ ഒപ്പം ഹെൽത്തും വെൽത്തും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയ ഇന്ന് ലോകത്തിന്റെ താളത്ത് ഒറ്റ ഒരു കമ്പനി ഉള്ളത് ഓക്സിജനോ ഇന്റർനാഷണൽ ബിഗ് പ്രൈവേറ്റ് ലിമിറ്റഡ് ആണ്. എന്തായാലും ആ ഓക്സിജനോ കമ്പനിയിൽ നമുക്ക് ഇന്ന് വളരെ ഭാഗ്യം ചെയ്തവരാണ് നമ്മൾ എല്ലാവരും. അതിന്റെ ഒരു വിഷൻ, അതിന്റെ ഒരു മിഷൻ എല്ലാം ആ ഒരു കൃത്യമായിട്ട് നമുക്ക് എത്തിച്ചു കൊടുക്കാനും നമ്മുടെ കാര്യങ്ങൾ ഒരുപാട് നമ്മുടെ ഒപ്പം മുൻപിലിരുന്ന് 24/7 അല്ല, അത് നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും ആ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ പറ്റിയ ഒരു വേയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു വേയിൽ നമുക്ക് എത്തിയിട്ടുള്ള നമുക്ക് ആ കാര്യങ്ങൾ നമ്മുടെ ഒപ്പം പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഒപ്പം എപ്പോഴും ആ ഒരു ലൈവായിട്ട് തന്നെ നമ്മുടെ മുമ്പിൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള നമ്മുടെ വിഷണറി ഫൗണ്ടർ ആയിട്ടുള്ള നമ്മുടെ ഡോക്ടർ അബ്ദുൽ അസാദ് സാറിനെ ഞാൻ ഇൻ മോർണിംഗ് സെക്ഷൻ നമ്മുടെ ഒപ്പം ഈ ഒരു ഹാപ്പി ന്യൂ ഇയർ വ്യൂവിലെ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടൊപ്പം ഞാൻ സാറിനെ ഹാർദവമായിട്ട് വെൽക്കം ചെയ്യാണ്. സാർ പ്ലീസ് വെൽക്കം പ്ലീസ്. താങ്ക് യു ഡി. മൈ ഡിയർ ലീഡേഴ്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ. 2025 ഓക്സിനോ ഇന്റർനാഷണലിനെ സംബന്ധിച്ചിടത്തോളം, എക്സ്പെഷ്യലി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഒരു റിയൽ ഗോൾഡൻ ഇറ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വർഷമാണ്, അത് പൂത്തുലയുന്ന വർഷമാണ് 2025 എന്ന് പറയുന്നത്. ഓക്സിനോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 2018 ഓഗസ്റ്റ് മാസം 9-ാം തീയതി. അതിന്റെ തലേ ദിവസം തന്നെ കമ്പനി പ്രഖ്യാപിക്കുകയുണ്ടായി. ഫസ്റ്റ് മീറ്റിംഗ് നടക്കുന്നത് 2018 ഓഗസ്റ്റ് മാസം 8-ാം തീയതി ആഫ്റ്റർനൂൺ 2 PM അപ്പൊ അന്നേ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി. 2025 ഡിസംബർ 31-ാം തീയതിക്ക് മുമ്പ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, ഇന്ത്യയിലെ നമ്പർ 1 ഗ്രോത്ത് റേറ്റ് ഡിറക്ട് സെല്ലിംഗ് കമ്പനി, അതിന് ഒരേ ഒരു ആൻസർ ഓക്സിനോ ഇന്റർനാഷണൽ. അതിലൊരു സംശയവും വേണ്ട, ഒരു തർക്കവുമില്ല. കാരണം കമ്പനിയുടെ പ്രോജക്റ്റ് ആണെങ്കിലും, പ്രോജക്റ്റ് നമ്മൾ ഇന്നു മുതലാണ് അതിന്റെ യഥാർത്ഥ ഉദയം ഉണ്ടാവുന്നത്. നമ്മൾ ഇത്രയും നാൾ പ്രൊഡക്റ്റ് ബേസ്ഡ് ആ ഒരു സബ്ജക്റ്റിലാണെങ്കിൽ, പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അമേസിംഗ് റിസൾട്ട് നമുക്കറിയാം. ഇന്ന് ഇന്ത്യയിൽ വേറെ ഏത് കമ്പനികൾ എടുത്താലും, എക്സ്പെഷ്യലി ഡയറക്ട് സെല്ലിംഗ് ഒക്കെ എടുത്താലും, ഇത്രയും അധികം റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും ഒരു സബ്ജക്റ്റിലും ഒരു കമ്പനിയിലും നമുക്ക് കാണാൻ സാധിക്കില്ല. അതിന് നമുക്ക് ഒരു സംശയവുമില്ല. നമുക്കൊക്കെ മറ്റുള്ളവരുടെ അനുഭവങ്ങളല്ല, നമുക്ക് സ്വയം അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. അതിലൊരു അത്രമാത്രം എക്സലന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്കുള്ളത്. അത് ഇനി അങ്ങോട്ട് പ്രത്യേകിച്ച് ഇന്ത്യയിലെ വെൽനസിന്,
അതിൽ ന്യൂട്രാസ്യൂട്ടിക്കൽ സെഗ്മെന്റിൽ തന്നെ വളരെ കുറച്ച് കമ്പനികളാണ് ഇന്ത്യയിലുള്ളത്. അതിൽ തന്നെ നമ്പർ 1 എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന രീതിയിലാണ് ഓക്സിയുടെ പ്രൊഡക്റ്റുകൾ ഉള്ളത്. ഒക്കെ നമുക്ക് അനുഭവവേദ്യമാണ്. അതേപോലെ പ്രോജക്ട് ബേസ്ഡ് നമ്മൾ ഇന്ന് ഉദയം കൊള്ളുകയാണ്. ഒരുപാട് നാളത്തെ പരീക്ഷണങ്ങൾ അതിലുണ്ട്. നിങ്ങൾക്കറിയാം, കമ്പനി ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞ കാര്യങ്ങളല്ല. കമ്പനിയുടെ സ്റ്റാർട്ടിങ് മുതൽ ഓരോരോ കാര്യങ്ങൾ 1 by 1 ആയിട്ട് നമുക്ക് നമ്മളുടെ പ്രോജക്റ്റുകളിലുമൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ യഥാർത്ഥ റിയൽ ടൈം എന്ന് പറയുന്നത് ഈ വർഷമാണ്. അത് നമുക്ക് ടച്ച് ചെയ്യാൻ സാധിക്കും. ഇതുവരെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകും എന്നല്ല പറയുന്നത്, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ നൂറ്റാണ്ടിൽ ഡിജിറ്റൽ യുഗമാണ്, അല്ലെ? ഡിജിറ്റലി മൂവിങ് ആണ് എല്ലാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്ന ഈ സമയം ഡിജിറ്റൽ സബ്ജക്റ്റിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ നമ്മളുടെ ആപ്ലിക്കേഷൻ തന്നെ നമ്മൾ ഇന്ന് മുതലല്ല ആൻഡ്രോയിഡിലോ ആപ്പ് സ്റ്റോറിലോ കൊണ്ടുവരുന്നത്. അതൊക്കെ ആപ്ലിക്കേഷൻ മേക്ക് ചെയ്ത ആ മൊമെന്റ് മുതൽ നമ്മൾ ആപ്പ് സ്റ്റോറിലും ദ സെയിം ടൈം ആൻഡ്രോയിഡിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ അന്ന് തൊട്ടേ നമ്മൾ ഇതിൽ വ്യക്തമായ ഒരു വിഷൻ വെച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. വ്യക്തമായ ഒരു വിഷൻ വെച്ച് നമുക്ക് സ്ക്രീൻ ഷെയറിംഗിലേക്ക് വരാം. ഒരുപാട് സമയം ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നില്ല. നിങ്ങൾക്കൊരു അടിപൊളി ഗംഭീരമായിട്ടുള്ള ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് തന്നുകൊണ്ട് തുടങ്ങാമെന്നല്ല, നമുക്കിത് എൻഡ് ചെയ്യാം. അത് വളരെ ഒരു 10-30 മിനിറ്റ് കൊണ്ട് നമുക്കിത് എൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു ഗംഭീര ന്യൂ ഇയർ ഗിഫ്റ്റ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. നമുക്ക് സ്ക്രീൻ ഷെയറിലേക്ക് വരാം. ഷെയറിംഗ് ഓക്കെ ആണോ? ഓക്കെ സർ, ഓക്കെ. ഓക്കെ. ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ 2025. സന്തോഷം മാത്രമല്ല, പൂത്തുലഞ്ഞു നിൽക്കുന്ന പുതുവർഷമാണ്, അല്ലെ? അത് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് അത് ആശംസിക്കുന്നു. പ്രൊജക്ട് ബേസ്ഡിലെ നമ്മൾ മുമ്പോട്ട് വെക്കുന്ന നമ്മളുടെ ആശയമാണ് അവർ എക്സ്പെൻഡിച്ചർ ഈസ് അവർ ഇൻകം. ഈ ഒരു ക്യാപ്ഷൻ ലോകത്തിൽ ആദ്യമായി പറഞ്ഞ കമ്പനിയാണ് ഓക്സിനോ ഇന്റർനാഷണൽ. അവർ എക്സ്പെൻഡിച്ചർ ഈസ് അവർ ഇൻകം. ഇത് ഇന്ന് മുതലാണ് അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് നമ്മൾ ദാറ്റ് മീൻസ് എക്സിക്യൂഷനിലേക്ക് വരുന്നതെങ്കിൽ, ഇത്രയും വർഷം അത് പ്ലാനിങ്ങിലാണെങ്കിൽ ഇന്ന് മുതൽ അത് എക്സിക്യൂഷനിലേക്കാണെങ്കിൽ, ഇത് 2018 ഓഗസ്റ്റ് 8 നടന്ന ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ ഈ സബ്ജക്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് വർഷത്തെ പ്ലാനിങ് അതിന്റെ ബാക്കിലുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഓൺലൈൻ രംഗത്ത് നിൽക്കുന്ന ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ഒരു സുപ്രഭാതത്തിൽ കോടികൾ ടേൺ ഓവറിലേക്ക് വന്നതല്ല. ആമസോണൊക്കെ ഇവിടെ സാധാരണക്കാർ അറിയാൻ തുടങ്ങുന്നത് തന്നെ ഒരു വളരെ അതില് ആൾക്കാരൊന്ന് പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ എത്ര വർഷമായി കാണും? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഐ തിങ്ക് ഒരു കോമണിലേക്ക് വന്നത് ഒരു 5 ഇയേഴ്സിനൊക്കെ ആയിട്ടുള്ളൂ. ഒന്ന് അറിഞ്ഞു തുടങ്ങിയിട്ട് തന്നെ ഒരു 10-15 വർഷമേ ആയിട്ടുള്ളൂ. ബട്ട് 1994 മുതലാണ് അവരുടെ ആമസോണിന്റെ ബുക്കുകൾ കൊണ്ടുവന്ന് അവർ ഡെവലപ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 90കൾ തൊട്ട് അതിന്റെ അവർ പ്ലാനിങ്ങിലുണ്ട് വ്യക്തമായി. 94 കൂടിയാണ് അതിന്റെ ഒരു പ്രീ ലോഞ്ചിങ് സ്റ്റേജിലേക്കൊക്കെ വരുന്നത്.
അപ്പൊ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് അത് ഫ്ലറിഷ് ചെയ്തത്? ഇന്ന് ഫോർച്യൂൺ 500 കമ്പനീസിൽ ടോപ്പ്, ചില സമയങ്ങളിൽ ടോപ്പ് 2, 3 റാങ്കിലേക്കൊക്കെ എത്തി നിൽക്കുന്ന ഈ സമയം കോടാനുകോടി ടേൺ ഓവർ, അല്ലെ, ട്രില്യൺ ടേൺ ഓവറിലേക്ക്, ഏകദേശം 200-ലധികം 200+ ട്രില്യൺ ടേൺ ഓവറിലാണ് ഇപ്പൊ നിൽക്കുന്നത് ആ കമ്പനി എന്ന് പറയുന്നത്. ഒന്നേന്ന് തുടങ്ങിയതാണ്, വളരെ സിമ്പിൾ ആയിട്ട് തുടങ്ങിയതാണ്. അവിടെ പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് ഇന്ത്യ പോലെ നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ മഹാരാജ്യത്തിൽ നിന്ന് നമ്മളിത് വിഭാവനം ചെയ്യുമ്പോൾ അതിനേക്കാളൊക്കെ ഒരുപാട് മുകളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും നമ്മളുടെ ഈ ആപ്ലിക്കേഷന്. അതിന് ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്. ബിക്കോസ് ഇന്ത്യയിലെ പോപ്പുലേഷൻസ് തന്നെ നമുക്ക് എടുക്കാം. ഇപ്പൊ ലോകത്ത് 700 കോടി ജനങ്ങളാണ് ഉള്ളതെങ്കിൽ അതിന്റെ 1/4 ഉൾക്കൊള്ളുന്നത് ഇന്ത്യയിൽ മാത്രമാണ്, അല്ലെ? പകുതിയോളം ഉൾക്കൊള്ളുന്ന 2 രാജ്യങ്ങളിലാണ്. അപ്പൊ 1/4 ഉൾക്കൊള്ളുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. ഓരോ വ്യക്തിയിൽ നിന്ന് ഒരു ദിവസം 1 രൂപ ടേൺ ഓവറിലേക്ക് വന്നാൽ പോലും കോടികളാണ് ടേൺ ഓവർ. ഓരോ ദിവസവും ഓരോ വ്യക്തികളിൽ നിന്നും 1 രൂപ വെച്ച് ടേൺ ഓവറിലേക്ക് വന്നാൽ പോലും കോടികളാണ് ടേൺ ഓവർ. ദെൻ ഒരു 365 ദിവസത്തെ ടേൺ ഓവർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആ 365 ദിവസത്തെ ടേൺ ഓവറിൽ ഓരോ വ്യക്തികളുടെയും ഒരു 100 രൂപ വെച്ച് ടേൺ ഓവറിലേക്ക് എടുത്താൽ പോലും ആമസോൺ ഒന്നുമല്ല. അപ്പൊ അത്രമാത്രം പൊട്ടൻഷ്യൽ നമ്മൾ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ഇത് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ വിഭാവനം ചെയ്യുന്നതിനനുസരിച്ച് 2030 എത്തുമ്പോൾ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ലോകത്തിലെ ജനസംഖ്യയിലെ മോർ ദാൻ 50% മെമ്പേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പ്രയോജനം ദിവസത്തിൽ 1 പ്രാവശ്യമെങ്കിലും ടച്ച് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇന്നതിന് റിയൽ ഓപ്പണിംഗ് ആണ്. ഇതിൽ നമ്മളെ സംബന്ധിച്ച് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു ഒഫീഷ്യൽ ലോഞ്ച് നമ്മൾ ഇപ്പോഴൊക്കെ പ്രീ ലോഞ്ചിങ് സ്റ്റേജ് തന്നെയാണ്. ഇതിന്റെ ഒരു ഒഫീഷ്യൽ ലോഞ്ച് ഈ വർഷം സെപ്റ്റംബറിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സെപ്റ്റംബർ 19-ാം തീയതി കറക്റ്റ് ഡേറ്റ് അടക്കം പ്ലാൻഡ് ആണ്. അന്നേ ദിവസം ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ഞാൻ എല്ലാ പ്രൊഡക്റ്റും പറയുന്നില്ല, ബട്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള, എല്ലാ വീടുകളിലും ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ബ്രാൻഡഡ് പ്രൊഡക്റ്റ് ഞാൻ ഉറപ്പു തരുന്നു, നമ്മുടെ ലോഞ്ചിങ് ഡേയിൽ ആ പ്രൊഡക്റ്റ് അന്ന് ലോഞ്ചിങ് ചെയ്യുന്ന സമയം ലോകത്തിൽ, ഇന്ത്യയിലല്ല കേട്ടോ, ലോകത്തിൽ ഏറ്റവും വിലക്കുറവിൽ ആ പ്രൊഡക്റ്റ് ലഭ്യമാകുന്നത് നമ്മുടെ പ്ലാറ്റ്ഫോമിലായിരിക്കും, ഓക്സിയുടെ പ്ലാറ്റ്ഫോമിലായിരിക്കും. അത് നിങ്ങൾ എഴുതി വെച്ചോളൂ, ഒരു മാറ്റമില്ല. അത്രമാത്രം അപ്പൊ അതോടുകൂടി വേറൊരു പിക്ചറിലേക്ക് നമ്മൾ മാറും. ഇപ്പോൾ നമ്മളുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്നവരും ഒക്കെയാണ് ഇതിലേക്ക് കോറിലേറ്റ് ചെയ്യുന്നതെങ്കിൽ, ബട്ട് ഒരു ജനറൽ പബ്ലിക്, എക്സ്പെഷ്യലി ഔട്ട് ഓഫ് നേഷണലിൽ നിന്ന് പോലും അതിന്റെ ഒരു ശ്രദ്ധ ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. ഒബ്വിയസ്ലി അട്രാക്ട് ചെയ്യപ്പെടും. ഓരോ രാജ്യങ്ങളിലും നമുക്ക് പിന്നീട് അങ്ങോട്ട് സർവറുകൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഡെവലപ്മെന്റ്സ് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്സി പ്ലാറ്റ്ഫോമിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കൊണ്ടുവരുന്ന കസ്റ്റമേഴ്സ് പെർമനന്റ് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അതിൽ ഷോപ്പ് ഓണേഴ്സിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പൊ സാധാരണ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് വരുന്നത് സാധാരണ ചെറുകിട കച്ചവടക്കാർക്ക് ഗുണകരമല്ല. ബട്ട് ലോകത്തിൽ ആദ്യമായിട്ട് ലോക്കലി ഉള്ള ഷോപ്പ് ഓണേഴ്സിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട്, കണക്ട് ചെയ്തുകൊണ്ട് അവർക്ക് കൂടി ബെനിഫിറ്റ് കിട്ടത്തക്ക രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുള്ള വേൾഡിലെ ഫസ്റ്റ് ആപ്ലിക്കേഷനാണ്
അവർ സ്മാർട്ട് ഷോപ്പ്. ഇതിൽ ഷോപ്പ് ഓണേഴ്സിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു അഡ്വർടൈസ്മെന്റ് ആവശ്യമില്ല. നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. നമ്മൾ ഇപ്പൊ ടൈപ്പ് ചെയ്തിരുന്ന ഷോപ്പുകളൊക്കെ നമ്മളുടെ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഒക്കെ വരുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു അഡ്വർടൈസ്മെന്റിലേക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നു. അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് ഇപ്പൊ അവരുടെ ആനുകൂല്യങ്ങൾ കിട്ടി തുടങ്ങുന്നതോടുകൂടി അതിന്റെ ടേസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവര് കാരണം എവിടെയും ടേസ്റ്റ് കിട്ടുമ്പോഴാണല്ലോ ആൾക്കാർ അതിലേക്ക് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത്. ഈ തൃശ്ശൂരത്തെ മീറ്റിങ്ങിലാണോ ഏതോ ഒരു മീറ്റിങ്ങില് എഡിസൺ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ഒരാള് ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. ചൂണ്ട അറിയാലോ, ചൂണ്ടയിടുന്നത് നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പൊ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു മീനിനെ പിടിച്ചു. പിന്നെ നോക്കിയിട്ട് അത് ചൂണ്ടയിൽ കോർക്കാനായിട്ട് ഒരു ഇര കിട്ടണം. ഒരു ചെറിയ എന്തെങ്കിലും ഇര ഇട്ടിട്ടാണ് വേണമല്ലോ, ചെറിയ മീനിനെ എന്തെങ്കിലും കോർത്തിട്ട് വേണമല്ലോ വലിയ മീനിനെ പിടിക്കാനായിട്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇയാളുടെ ഇര തീർന്നു പോയി. നോക്കുമ്പോ തൊട്ടടുത്ത് ഒരു നീർക്കോലി ഒരു ചെറിയ തവളേനെ പിടിച്ചിട്ട് തിന്നാൻ തുടങ്ങുവാണ്. ഇയാൾ അത് തട്ടിപ്പറിച്ച് ആ തവളയെ പിടിച്ച് ഇരയായിട്ട് കോർത്തു. അപ്പൊ ഈ നീർക്കോലിയുടെ കരച്ചിൽ നിൽക്കുന്നില്ല. നീർക്കോലി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഇയാള് ഈ കുറച്ച് മദ്യം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഇയാൾ എന്ത് ചെയ്തു, 1-2 ഡ്രോപ്പ് നീർക്കോലിയുടെ വായിലേക്ക് ഇട്ടുകൊടുത്തു. നീർക്കോലിയുടെ വായിലേക്ക് ഇട്ടുകൊടുത്തു. നീർക്കോലി കരച്ചിലൊന്നുമില്ല. നീർക്കോലി അതിന്റെ വഴിക്ക് പോയി. നീർക്കോലി എന്ന് പറഞ്ഞാൽ ചെറിയ പാമ്പ്, അതിന്റെ വഴിക്ക് പോയി. അപ്പോ ഇയാൾ ആ മീനെ പിടിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് നോക്കുമ്പോഴത്തേക്കും കുറെ ഈ തവളക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ, ഒരു 4ഓളം തവളക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കാം. നോക്കുമ്പോ എന്താ, ആ പോയ നീർക്കോലി 4 തവളക്കുഞ്ഞുങ്ങളെ കടിച്ചു പിടിച്ചുകൊണ്ട് വരികയാണ്. കാരണം ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അടുത്ത ടേസ്റ്റിന് വേണ്ടി കൊണ്ടുവരികയാണ്. അപ്പൊ എന്നതുപോലെ തന്നെ ഇപ്പോ റെഡീം വാലറ്റും അത് നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ നമ്മളുടെ റെഡീം വാലറ്റ് പെർമനന്റ് കസ്റ്റമേഴ്സ് ഓട്ടോമാറ്റിക്കലി വരുന്നത് ഇപ്പൊ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റുകളിൽ പോയി ഒരു മാസത്തേക്ക് ആവശ്യമുള്ള ഒരു 2000 രൂപയുടെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഡിസ്കൗണ്ട് പ്രൈസ് എത്രയാണോ അതിലാണ് ബില്ല് നടക്കുന്നത്, അല്ലെ? ഒരിക്കലും MRP-യിലല്ല. ഡിസ്കൗണ്ട് പ്രൈസിൽ ബില്ല് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ഒരു RP ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 2000 രൂപയ്ക്കൊക്കെ ആവറേജ് പർച്ചേസ് ചെയ്യുമ്പോൾ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നാണെങ്കിൽ, ടെക്സ്റ്റൈൽസിൽ നിന്നൊക്കെ ആണെങ്കിൽ വെറും 1000 റുപ്പീസ് മതി. ഹോട്ടൽസും ടെക്സ്റ്റൈൽസ് ഒക്കെ ആണെങ്കിൽ 1000 റുപ്പീസ് മതി. നടക്കുമ്പോൾ 40 രൂപ അഡീഷണൽ ആയിട്ട് അവരുടെ ഷോപ്പിംഗ് വാലറ്റിൽ കയറും. അതുപയോഗിച്ച് അടുത്ത പ്രാവശ്യം പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഹെയർ കട്ട് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മൊബൈല് റീചാർജ് ചെയ്യുന്ന സമയത്തോ ഒക്കെ ഇപ്പൊ ഒരു 300 റുപ്പീസിന്റെ മൊബൈൽ റീചാർജ് ചെയ്യാൻ നേരത്ത് ഈ 40 രൂപയോ അല്ലെങ്കിൽ ഷോപ്പിംഗ് വാലറ്റിൽ 100 രൂപ ഉണ്ടെങ്കിൽ ആ 100 രൂപ കുറഞ്ഞിട്ട് ബാലൻസ് 200 റുപ്പീസ് കൊടുത്താൽ മതി. അപ്പൊ ഷോപ്പുകാരനെ സംബന്ധിച്ച് അവന്റെ വാലറ്റിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി ക്രെഡിറ്റ് ആയിരിക്കും. ആ രീതിയിലാണ് നമ്മൾ സോഫ്റ്റ്വെയർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം നേരത്തെ നമ്മൾ പരീക്ഷണങ്ങൾ കഴിഞ്ഞു നിൽക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് അതിനായിട്ട് ഇനി പുതുതായിട്ട് ഒരുപാട് ടൈമുകൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും വർഷം അതിന്റെ ബാക്കിൽ പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ അപ്പൊ ആ ഒരു ടേസ്റ്റ് പിടിച്ചു കഴിയുമ്പോൾ, വൺസ് ടേസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അവര് 4 പേരെയും 10 പേരെയും 400 പേരെയും കൊണ്ടുവരും. കാരണം അങ്ങനെ 19 ലെയറിലേക്ക് ആണ് അതിന് ഇൻകം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ ഒരാള് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നു, അവർക്ക് ഒരു മാസം 40 രൂപയുടെ ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ എന്ന് കരുതുക. ആവറേജ് അപ്പൊ ഒരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ 40 രൂപയുടെ ബെനിഫിറ്റ് കിട്ടിയപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കും ടൈപ്പ് ചെയ്ത സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്. അപ്പൊ ആ ഏരിയയിൽ ആ പോസ്റ്റൽ കോഡിലോ അല്ലെങ്കിൽ അവർ സഞ്ചരിക്കുന്ന സമയങ്ങളിൽ ടൈപ്പ് ചെയ്ത ഷോപ്പുകളിൽ ഇന്ന് പർച്ചേസ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ആവറേജ് ഒരു 10,000 രൂപയുടെ ഒക്കെ പർച്ചേസ് ഒക്കെ വരുന്ന സമയത്ത് ഒരു 400 രൂപയൊക്കെ
ഒരു മാസം കിട്ടുന്ന രീതിയിലേക്ക് അവർക്കത് കൊണ്ടുപോകാൻ സാധിക്കും. അത് അവരുടെ പേഴ്സണൽ പർച്ചേസ് ആണെങ്കിൽ അവർ എത്ര പേരിലേക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ടോ, 10 പേരിലേക്കോ 100 പേരിലേക്കോ ഒക്കെ അവർക്ക് സ്പോൺസർ ചെയ്യാം. അതിന് ലിമിറ്റ് ഒന്നുമില്ല. അവരുടെ ഫസ്റ്റ് ലെയറിൽ ഒരു 10 പേരാണ് വരുന്നതെങ്കിൽ അത് 100ലേക്കും 1000ലേക്കും അങ്ങനെ 19 ലെയറിലേക്ക്. ഇനി വെറും 2 പേരെ വീതമാണ് സ്പോൺസർ ചെയ്യുന്നുള്ളെങ്കിൽ പോലും 19 ലെയറിൽ 10 ലക്ഷത്തിലധികം ആൾക്കാർ ടോട്ടലി ഉണ്ടാവും. ഇവർക്കൊക്കെ റെഡീം ബാലറ്റിലേക്ക് വരാനായിട്ട് പ്രത്യേകിച്ച് ഒരു കണ്ടീഷനും കമ്പനി പറയുന്നില്ല. അവർക്ക് ഒരു 0.5 RPയുടെ പർച്ചേസ് നടന്നാൽ പോലും അതെല്ലാം റെഡീം ബാലറ്റ് വരും, ഷോപ്പിംഗ് ബാലറ്റിൽ വരും. അതൊന്നും ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ ആ 19 ലെയർ ഇൻകം അത് എത്ര കോടി രൂപയായിക്കോട്ടെ അത് കിട്ടണമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു RPയുടെ പർച്ചേസേ മന്ത്ലി പറയുന്നുള്ളൂ. ടൈപ്പ് ചെയ്ത ഷോപ്പുകളിൽ നിന്ന് ഒരു RPയുടെ പർച്ചേസ്. വെരി വെരി സിമ്പിൾ. എന്തായാലും വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമുക്ക് ഡെയിലി യൂട്ടിലിറ്റി ഏതെങ്കിലും ഷോപ്പുകളിൽ നിന്ന് വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒന്നില്ലെങ്കിൽ ലുലുവിൽ നിന്നോ അല്ലെങ്കിൽ റിലയൻസിൽ നിന്നോ എവിടെ നിന്നെങ്കിലൊക്കെ നമ്മൾ വാങ്ങിയേ പറ്റുള്ളൂ. അപ്പൊ അത് നമ്മൾ ടൈപ്പ് ചെയ്ത ഷോപ്പുകളിൽ നിന്ന് വാങ്ങുമ്പോൾ നമുക്ക് അവിടെയും ഒരു എക്സ്ട്രാ ഡിസ്കൗണ്ട് വരുന്ന സമയത്ത് ഒബ്വിയസ്ലി നമ്മൾ കണക്ട് ചെയ്ത് വരുന്ന വ്യക്തികൾ അവർക്കും ആ ഡിസ്കൗണ്ടുകൾ കിട്ടുമ്പോൾ അവര് പർച്ചേസ് ചെയ്യുന്നതിലൂടെ ഇപ്പോൾ ഓരോരുത്തരും ഒരു 10 RPയുടെ പർച്ചേസ് ആണ് നടക്കുന്നതെങ്കിൽ ഒരാളിൽ നിന്ന് നമുക്ക് ഒരു RPയിൽ നിന്ന് 1 രൂപയാണെങ്കിൽ ഒരു വ്യക്തി നമ്മളുടെ ടീമിൽ പർച്ചേസ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് 10 രൂപ ലഭിക്കും. 10 ലക്ഷം പേര് നിങ്ങളുടെ ടീമിൽ ഉണ്ടെങ്കിൽ അവർ ജീവിച്ചു പോയാൽ മതി. നമ്മളുടെ ഒരു പ്രോഡക്റ്റും ഇപ്പൊ ഹീമോ പ്ലസോ അല്ലെങ്കിൽ മാസ്റ്റർ ടീ ഒന്നും എടുക്കണമെന്നില്ല. അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത ഷോപ്പുകളിലൂടെയാണ് അവരുടെ പർച്ചേസിംഗ് സെഗ്മെന്റ് ഡെവലപ്പ് ചെയ്തിരിക്കണമെങ്കിൽ 19 ലെയറിൽ ടീം ഡെവലപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മന്ത്ലി ഇൻകം എന്ന് പറയുന്ന 1 കോടി രൂപയാണ്. 1 crore rupees. അതിന്റെ 10-1 നടക്കുന്നുള്ളെങ്കിൽ അപ്പൊ ഇത് ഇത്രയും നാള് നമ്മളിത് അതിന്റെ ഡെവലപ്മെന്റ്സിന്റെ പുറകിലാണെങ്കിൽ ഇനി അങ്ങോട്ട് ഇത് ഫ്ലറിഷ് ചെയ്യാൻ പോവുകയാണ്. ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഈ വർഷം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിലൂടെ മന്ത്ലി ഈ ഒരു സിസ്റ്റത്തിലൂടെ മാത്രം lakhs rupees ഇൻകം ഏൺ ചെയ്യുന്ന ലീഡേഴ്സ് ഓക്സിയിൽ ഉണ്ടാവും, ഒരു സംശയമില്ല. അതേപോലെ ഇതിന്റെ റിയൽ ബ്യൂട്ടിയിലേക്കൊക്കെ വരുന്നത് ഇതിന്റെ സെൻട്രലൈസ്ഡ് പർച്ചേസ് ഒക്കെ വരുമ്പോഴാണ്. സെൻട്രലൈസ്ഡ് പർച്ചേസ് ഒക്കെ വരുന്ന സമയത്ത് ആർപികളിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവും. ആ ലാഭവും കൂടി RP ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. അതൊക്കെ ഒരു വൈഡ് സബ്ജക്റ്റ് ആണ്. അതിൽ ഒരു ലൈവ് മീറ്റിംഗിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ദെൻ ഓൺലൈൻ സപ്പോർട്ട്. നമ്മൾ ഒഫീഷ്യൽ ലോഞ്ച് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഓൺലൈൻ ഷോപ്പിന്റെ ഒഫീഷ്യൽ ലോഞ്ച് ആഗ്രഹിക്കുന്നത് അവരവരുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്ത ഷോപ്പുകളിൽ പോകണമെങ്കിൽ പകരം നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് ഷോപ്പുകളെ ടച്ച് ചെയ്ത് അവരുടെ റാക്കിനകത്ത് കയറി ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാവുന്ന രീതിയിൽ. ഐ തിങ്ക് ഇതുവരെ ഒരു സൂപ്പർ മാർക്കറ്റ് അങ്ങനെ ഫുൾ ഫ്ലെഡ്ജ്ഡ് സബ്ജക്ട് ഇപ്പൊ ഇന്ത്യയിൽ 100% ലെവലിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അത് നമുക്ക് സെപ്റ്റംബറിൽ അനുഭവവേദ്യമാവും, ഒരു സംശയവുമില്ല. നമ്മൾ ടൈപ്പ് ചെയ്ത ഷോപ്പുകളിൽ ഏതാണോ ഇപ്പൊ നമ്മൾ ഓണിയൻ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഓരോന്നേരത്ത് കാർട്ടിലേക്ക് ഇടാൻ സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചെറിയ കാറോ അല്ലെങ്കിൽ 2 വീലറോ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് സൂപ്പർ മാർക്കറ്റിലേക്കൊക്കെ എത്ര സമയം കൊണ്ട് ഇവിടെ പർച്ചേസിങ് കഴിയും? അത് അവർ ചോദിക്കും, ഹോം ഡെലിവറി വേണോ അല്ലെങ്കിൽ നിങ്ങൾ കളക്ട് ചെയ്യുമോ എന്ന് ചോദിക്കും. കളക്ട് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ അവിടെ പോയി തിരയേണ്ട സമയമൊന്നുമില്ല, ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ് ജെൻ ബിസിനസ് ആണ് ഓക്സിനോ ഇന്റർനാഷണൽ. നെക്സ്റ്റ് ജനറേഷന്റെ ബിസിനസ്. ഒരു 5-10 വർഷം മുമ്പ് ഇലക്ട്രിസിറ്റി ബില്ലും അല്ലെങ്കിൽ ഫിലിം ടിക്കറ്റും ഒക്കെ ക്യൂ നിന്ന
ക്യൂ നിൽക്കാതെ പർച്ചേസ് ചെയ്യുന്നതും അടയ്ക്കുന്നതും നമ്മൾ സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല എങ്കിൽ ഇന്ന് അതൊക്കെ നമ്മൾ പോലും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഇനി വരുന്ന ഒരു ജനറേഷന്റെ ബിസിനസ്സാണ് ഓക്സി വിഭാവനം ചെയ്യുന്നത്. ഇവിടെ ഷോപ്പ് ഓണേഴ്സിന് തന്നെ നമ്മളൊരു പ്രിവിലേജ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിന്റെ ഓൺലൈൻ പർച്ചേസിംഗ് ഒക്കെ സാധ്യമാക്കണമെങ്കിൽ ഡെഡിക്കേറ്റഡ് ഭയങ്കര സ്പേസ് ഉള്ള ക്ലൗഡ് സെർവർ വേണം. അതിനൊക്കെ മന്ത്ലി ഭയങ്കര കോസ്റ്റ്ലി ആണ്. അതിന്റെ പ്ലാറ്റ്ഫോമിനൊക്കെ 1 lakhന് മുകളിലോട്ട് ചാർജുകൾ വരും. ആദ്യത്തെ 1000 ഷോപ്പുകൾക്ക് ആ പ്ലാറ്റ്ഫോം ചാർജ് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിരിക്കും. ഫസ്റ്റ് 1000 ഷോപ്സ്, അത് സൂപ്പർ മാർക്കറ്റ് ആവാം, ഹോം അപ്ലയൻസസ് ആവാം, ടെക്സ്റ്റൈൽസ് ആവാം, ഫസ്റ്റ് 1000 ഷോപ്പുകൾക്ക് അത് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിരിക്കും. അതേപോലെ ഇതിന്റെ റിയൽ ബ്യൂട്ടി വരുന്നത് എവിടെയാണെന്നറിയോ? റിയൽ ബ്യൂട്ടി ഇത് നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇനി ഞാൻ പറയാൻ പോകുന്ന അനുഭവിക്കാൻ പറ്റും. ആ സമയം നിങ്ങൾ ചിന്തിച്ചോളൂ, ഇത് പരിധി വിട്ട് വളരുകയാണ്. ഇന്നും നാളെയും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. ബട്ട് ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളിൽ പലർക്കും ഇത് അനുഭവിക്കാൻ പറ്റും. കാരണം ഇവിടെ നമ്മൾ പറയുന്നു ഒരു പിൻകോഡിൽ ഒരു കാറ്റഗറിയിൽ, അല്ലെ? ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ അതാണ് ഒരു കാറ്റഗറി, അല്ലെ ഹോം അപ്ലയൻസസ് അതൊരു അനദർ കാറ്റഗറിയാണ്. ഒരു കാറ്റഗറിയിൽ 2 ഷോപ്പുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നു. ഇതിന്റെ റിയൽ ബ്യൂട്ടി വരുന്നത് നിങ്ങൾക്ക് ടച്ച് ചെയ്യാൻ സാധിക്കും. എപ്പോഴാണെന്നറിയാവോ? ഒരു പിൻകോഡിൽ മാക്സിമം കസ്റ്റമേഴ്സ് വരുന്നു. ഇപ്പൊ ഫ്രീ കസ്റ്റമേഴ്സ് ഒക്കെ ഇഷ്ടം പോലെ വരാൻ പോവുകയാണ്. അതൊക്കെ പുതുവത്സരത്തിൽ പുതിയ ഒരുപാട് ഡെവലപ്മെന്റ്സ് കമ്പനി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഫ്രീ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അവരെ ഡെവലപ്പ് ചെയ്യുന്നു, പർച്ചേസിങ് കപ്പാസിറ്റി കൂടുന്നു. ഇപ്പൊ നമ്മൾ ടൈപ്പ് ഒക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റുകൾ വലിയ ഒരു സീരിയസ് ആയിട്ട് എടുക്കണമെന്നില്ല. പക്ഷേ നമ്മൾ പല പ്രോഡക്റ്റുകളിൽ ഓഫറുകൾ കൊണ്ടുവരുന്നു. ആ ഓഫറുകൾ സോഷ്യൽ മീഡിയ വഴി ഓക്സി കസ്റ്റമേഴ്സിന് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രചരണങ്ങൾ ആരംഭിക്കുന്നു. അതൊക്കെ ഇതിന്റെ ബാക്കിൽ നടക്കും. ചില പ്രൊഡക്റ്റുകൾ ഓക്സി ടൈപ്പ് ചെയ്ത ഷോപ്പുകളിലൂടെ, അല്ലെങ്കിൽ ചില പ്രോഡക്റ്റ് ചിലപ്പോൾ സോപ്പ് ആവാം, അല്ലെങ്കിൽ ഗീ ആവാം, അല്ലെങ്കിൽ ഓയിൽ ആവാം. അപ്പൊ അതെല്ലാം ഇത്ര % ഓഫ് അഡീഷണൽ ഓഫർ എന്നൊക്കെ പറഞ്ഞ അഡ്വർടൈസ്മെന്റുകൾ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ജനങ്ങൾ ഓക്സിയായിട്ട് ഒരു ടച്ചും ഇല്ലാത്ത പോലും ഇത് ശ്രദ്ധിക്കപ്പെടും. ആ ശ്രദ്ധിക്കപ്പെടുമ്പോൾ അത് ഒരു പിൻകോഡിൽ 2 ഷോപ്പുകളിലേക്കാണ് അത് ലഭ്യമാകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും വേറെ ഏതെങ്കിലും ഷോപ്പുകാർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു അവസരം ഉണ്ടാവും. നിങ്ങൾ എഴുതി വെച്ചോളൂ ഞാൻ ഈ പറയുന്ന സെന്റൻസ്. ആ സമയമാണ് ഇതിന്റെ റിയൽ ഗ്രോത്ത്. ഞങ്ങൾക്ക് കൂടി ഒരു അക്കോമഡേഷൻ കിട്ടുമോ എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ വിദൂരമല്ല, ഒരു സംശയവുമില്ല. അത് വിദൂരമല്ല. അതേപോലെ തന്നെ നമ്മൾ ഇത് പ്ലാൻ ചെയ്തത് ഒരു 1000 രൂപ വീതം ഫ്രീ ആയിട്ട് വാലറ്റിൽ കൊടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ ഒരു പുതുവത്സര സമ്മാനമായിട്ട്, അത് ഒരു ദിവസത്തേക്കുള്ള സമ്മാനമല്ല, എവർലാസ്റ്റിംഗ് ആയിട്ട് തന്നെ നമ്മൾ കൊണ്ടുവരുന്നു. അത് ഈ വർഷം മുഴുവൻ. ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ 10,000 തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഈ വർഷം 2025 ജനുവരി 1 മുതൽ 2025 ഡിസംബർ 31 അത് ഗ്യാരണ്ടിയാണ്. ആരൊക്കെ ഓക്സിയുമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ടോ, ഓക്സിയുടെ പ്ലാറ്റ്ഫോമുമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ടോ, അതിന് പ്രൊഡക്റ്റ് പോലും പർച്ചേസ് ചെയ്യണ്ട, ഒരു പ്രോഡക്റ്റ് പോലും പർച്ചേസ് ചെയ്യണ്ട, ഫ്രീ കസ്റ്റമർ ആയാൽ മതി. അവർക്കൊക്കെ വാലറ്റിലേക്ക് 10,000 റുപ്പീസ്, 1000 റുപ്പീസ് ആണ് കമ്പനി ഓഫർ ചെയ്തതെങ്കിൽ അവർക്കൊക്കെ 10,000 റുപ്പീസ് നമ്മൾ അവരുടെ വാലറ്റിലേക്ക് കൊടുക്കും. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മാത്രമേ പർച്ചേസ് ചെയ്യുന്നുള്ളെങ്കിൽ അവർക്ക് എക്സ്ട്രാ 20,000 ഉണ്ടാവും. പ്രീമിയത്തിലാണെങ്കിൽ എക്സ്ട്രാ 50,000 ഉണ്ടാവും. ദെൻ ഈ വർഷം തന്നെ മില്യണും ഒക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ വർഷം ഏപ്രിൽ 18 മില്യൺ ക്ലബ് ലോഞ്ച് ചെയ്യുന്നത്. ഡേറ്റ് ഒക്കെ നേരത്തെ ഡിക്ലെയർഡ് ആണ്.
മില്യൺ ക്ലബിലേക്ക് ആക്റ്റീവ് ആകുന്നവർക്ക് എക്സ്ട്രാ 5 lakhs rupees വാലറ്റിലേക്ക് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ഉള്ളൊരു ഡെവലപ്മെന്റ്സ്. ഇതിന് വേറൊരു കാര്യമുണ്ട്. ഓക്സിയായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഒരു മാക്സിമം ഈ മാസം ഒരു 7-ാം തീയതിക്കുള്ളിൽ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്കുകൾ എടുക്കാൻ സാധിക്കും, അല്ലെ നിങ്ങളുടെ ജീനിയോളജിയിൽ നിന്ന് ലിങ്ക് എടുക്കാൻ സാധിക്കും. അപ്പൊ ആ ലിങ്കിൽ ഒരാൾക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പേരും അഡ്രസ്സും എല്ലാം ടൈപ്പ് ചെയ്യണം. ബാങ്ക് അക്കൗണ്ട് ഒന്നും വേണ്ട. നമ്മൾ ജീനിയോളജിയിൽ ക്ലിക്ക് ചെയ്ത് ഫോമിൽ പോകുമ്പോഴാണ് അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. പക്ഷെ യൂസർ നെയിമും പാസ്വേഡും ഒക്കെ കൊടുക്കണം. അതിലൊരു മാറ്റം വരുത്താൻ പോവുകയാണ്. ഈ മാസം പരമാവധി 7-ാം തീയതിക്കുള്ളിൽ അത് ഇംപ്ലിമെന്റഡ് ആവും. ദാറ്റ് മീൻസ് അവർ 3 കാര്യം കൊടുത്താൽ മതി. വെറും 3 കാര്യം. യൂസർ നെയിമും പാസ്വേഡും ഒന്നും കൊടുക്കണ്ട, ഓട്ടോ ജനറേറ്റഡ് ആണ്. 3 കാര്യം എന്ന് പറയുന്നത്, ഒന്ന് അവരുടെ രാജ്യം ഏതാണ്. ഇന്ത്യ ഒന്ന് സെലക്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് ചോദിക്കുന്ന പേര് മാത്രം, വെറും പേര്. മൂന്നാമത് ചോദിക്കുന്നത് മൊബൈൽ നമ്പർ മാത്രം, വേറെ ഒന്നും ചോദിക്കില്ല, മൊബൈൽ നമ്പർ മാത്രം. ജീനിയോളജിയിലകത്ത ഫോമിൽ പോകുമ്പോഴല്ല കേട്ടോ. ഫോമിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ വർക്ക് ചെയ്യാനായിട്ട് വരുന്നതാണ്, അല്ലെ? വർക്ക് ചെയ്യാനായിട്ട് വരുന്നതാണ്. അവരുടെ അഡ്രസ്സ് നമുക്ക് മസ്റ്റാണ്, ബാങ്ക് അക്കൗണ്ട് മസ്റ്റാണ്. ഇതൊന്നും ആദ്യമേ ചോദിച്ചു പോയില്ലെങ്കിൽ സംഭവിക്കുന്ന പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ ആവേശത്തിൽ ഇതൊക്കെ ചെയ്യും, പിന്നെ കമ്മീഷൻ കിട്ടുന്നില്ല, പ്രൊഡക്റ്റ് കിട്ടുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് ആവും. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിൽ ഒരു റിലാക്സേഷൻ കൊണ്ടുവരുന്നില്ല. കാരണം ഇപ്പൊ ചിന്തിക്കും, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ നേരത്ത് ഇതൊക്കെ കൊടുത്താൽ പോരെന്ന്. പക്ഷെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ നിൽക്കുന്നത് രാത്രി 12 മണിക്ക് മുമ്പായിരിക്കും. അപ്പൊ രാത്രി 12 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫർ എൻഡ് ചെയ്യുന്ന സമയത്തായിരിക്കും ഇതൊക്കെ നിൽക്കുന്നത്. ആ സമയത്ത് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇതൊന്നും കൊടുത്തില്ല, സ്കിപ്പ് ചെയ്ത് പോയി എന്ന് വരിക. അങ്ങനെ വരുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു എന്ന് വരിക. അങ്ങനെ വരുമ്പോൾ പ്രൊഡക്റ്റ് കിട്ടില്ല, അല്ലെങ്കിൽ ഇൻകം കിട്ടില്ല. പക്ഷെ അപ്പൊ അതുകൊണ്ട് ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വരുന്നവരെ സംബന്ധിച്ച് ഫോം എൻട്രി ചെയ്യാൻ നേരത്തെ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ വേണം. അതേ സമയത്ത് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു ആഡ് കൊടുക്കുകയാണ്, അല്ലെ ഫേസ്ബുക്കിൽ ഒരു ഡീറ്റെയിൽസ് അയക്കുകയാണ്. നിങ്ങൾക്ക് കമ്പനി ഓക്സിനോ ഇന്റർനാഷണൽ, പുതിയൊരു ഓക്സിനോ ഇന്റർനാഷണൽ ആപ്ലിക്കേഷൻ ആയിട്ട് കണക്റ്റഡ് ആവും, 10,000 രൂപ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വാലറ്റിൽ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരാളോട് പറയുകയാണ്. പറയുന്ന സമയത്ത് അവർ ചോദിക്കുക അതിന് എന്താ ചെയ്യേണ്ടത്. കാരണം ഫ്രീ കിട്ടുന്നു എന്ന് പറയുമ്പോൾ നോർമലി ക്വസ്റ്റ്യൻ വരും, എന്താ ചെയ്യേണ്ടതെന്ന്. അതിന് വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു ലിങ്ക് എടുക്കുക. ആ നിങ്ങളുടെ യൂസർ നെയിം ഏതാണ് അതിന്റെ തൊട്ട് താഴെ കോപ്പീഡ് എന്ന് പറഞ്ഞുണ്ടാവും, അല്ലെ? കണ്ടിട്ടില്ലേ ജീനിയോളജിയിൽ? അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുത്താൽ മതി. അപ്പൊ അവിടെ ഭൂമിശാസ്ത്രം ഒന്നും ചോദിക്കില്ല. ഇനി ഒരു 7-ാം തീയതിക്കുള്ളിൽ ഒരു 3 കാര്യം അവരുടെ നാഷണൽ സെലക്ട് ചെയ്യുക, നെയിം കൊടുക്കുക, യൂസർ നെയിം പോലും കൊടുക്കണ്ട, ഫോൺ നമ്പർ കൊടുക്കുക. ഫോൺ നമ്പർ വൺസ് രജിസ്ട്രേഡ് ആണെങ്കിൽ അത് കിട്ടില്ല, രജിസ്റ്റർ ചെയ്യാത്ത നമ്പർ തന്നെ കൊടുക്കണം. അപ്പൊ അവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ കണക്ഷൻസ് മുഴുവൻ നിങ്ങളുടെ വീക്കർ സൈഡിലാണ് പോകേണ്ടതെങ്കിൽ, കാരണം ഇത് ഓട്ടോ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ യൂസർ നെയിമിന്റെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്ട്രീം ലെഫ്റ്റിലാണ് ആദ്യത്തെ എൻട്രി വരുള്ളൂ. അത് നമ്മുടെ പവർ സൈഡ് ആണെങ്കിൽ പോലും അവിടെ വരുള്ളൂ. പിന്നെ റൈറ്റ്, എക്സ്ട്രീം റൈറ്റ്, വീണ്ടും എക്സ്ട്രീം ലെഫ്റ്റ്, എക്സ്ട്രീം റൈറ്റ്, അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളുടെ വീക്കർ സൈഡിൽ, മണി സൈഡിലാണ് അത് വേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോമൺ സെൻസ്, ഒരു ബുദ്ധി, ചെറുതായിട്ടൊന്ന് ബുദ്ധി ഉപയോഗിച്ച് നോക്കിയേ. നമ്മുടെ വീക്കർ സൈഡിലാണ് വേണ്ടതെങ്കിൽ വളരെ സിമ്പിൾ, നമ്മുടെ ജീനിയോളജിയിൽ നമ്മുടെ വീക്കർ സൈഡ് ഏതാണോ ആ സൈഡിൽ നിൽക്കുന്ന നമുക്ക് ആ ID കാണാൻ സാധിക്കും. അവരുടെ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും. അറിയാലോ, ജീനിയോളജി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. കോപ്പിയുടെ എന്ന് പറഞ്ഞാൽ ഏത് വേണമെങ്കിലും കോപ്പി ചെയ്യാം. നമ്മുടെ വീക്കർ സൈഡിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരാളുടെ അല്ലെ നമ്മുടെ തന്നെ ID ആളുടെ ഉണ്ടെങ്കിൽ ആ ID എടുത്ത് അയച്ചു കൊടുക്കുക. അപ്പൊ ഈ 10,000 rupees ഓഫർ ഉള്ളത് കൊണ്ട് പലരും ഈ പറയുന്ന ഇത് കൊടുത്തു കഴിയുമ്പോൾ അവരുടെ ഫോൺ നമ്പർ തന്നെയാണ് യൂസർ നെയിം ആയിട്ട് മാറുന്നത്. അവരുടെ ഫോൺ നമ്പറിന്റെ റൈറ്റ് സൈഡിൽ 010203 വെച്ചിട്ട് അത് യൂസർ നെയിമുകളായിട്ട് മാറും. പാസ്വേഡ് കോമൺ ആയിട്ട് എല്ലാവർക്കും 12345 എന്ന് പറയുന്ന 5 ഡിജിറ്റ് 12345 എന്ന് പറയുന്ന നമ്പേഴ്സ് ആയിരിക്കും. അത് അവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അവരിതിൽ ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വരുന്ന സമയം
അവർക്കത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഈ 10,000 രൂപയിൽ നിന്ന് റെഡീമുകൾ നടന്നു വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് അവരെ കൺവേർട്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ 10,000 എന്നുള്ളത് എത്രയായിട്ട് മാറും? എക്സ്ട്രാ ഒരു 20,000 കൂടി അഡീഷണൽ ആഡ് ആകും. അങ്ങനെയുള്ള കുറെ പ്രിവിലേജസ് ഉണ്ട്. അതെല്ലാം നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ അപ്പൊ ഈ വർഷം മുഴുവനായിട്ട് ഫ്രീ രജിസ്റ്റർ ചെയ്യുന്നവർക്കും 10,000 റുപ്പീസ് വാലറ്റിൽ നമ്മൾ ഓഫർ ചെയ്തിട്ടുണ്ട്. 2026 ജനുവരി 1 മുതൽ ഇത് ഒരു എടുത്ത് ഓഫർ ചെയ്തിട്ടില്ല. ആക്ച്വലി നമ്മൾ അനൗൺസ് ചെയ്തിട്ടുള്ള 1,000 ആണ്. ബട്ട് ഈ വർഷം അത് 10,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇപ്പൊ ഓൺലൈൻ ബിസിനസ് ഗ്രൂപ്പുകൾ തുടക്കത്തിലേ പറഞ്ഞു. നമുക്കറിയാം ഇപ്പൊ ആമസോൺ അവരുടെ ഇപ്പോ മോർ ദാൻ 50 ട്രില്യൺ ആണ് നിൽക്കുന്നത്. ഇപ്പോ ഓയോ ഒന്നും വലിയ ഡെവലപ്മെന്റ്സിലേക്ക് വന്നിട്ടില്ല. ജസ്റ്റ് ഒരു നമ്മളെ താമസിക്കാനുള്ള ഹോട്ടലുകൾ ഒരൊറ്റ സ്വന്തമായിട്ട് ഒരു ഹോട്ടൽ പോലും ഇല്ലാതിരിക്കുന്ന ഓയോയെ സംബന്ധിച്ച് താമസിക്കാനുള്ള റൂം അറേഞ്ച് ചെയ്ത് കൊടുത്തത് മാത്രം ടേൺ ഓവർ ആണ് 5,000 കോടിക്ക് മുകളിൽ പെർ ഇയർ ടേൺ ഓവർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിപ്പോ അരി, മുളക്, പഞ്ചസാര, ഉപ്പ്, കർപ്പൂരം പോലുള്ള സാധനങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നു. ഡെയിലി അല്ലെങ്കിൽ ഡ്രസ്സുകളാണെങ്കിലും ഒക്കെ ഡെയിലി ഇടുന്നു. എല്ലാ ദിവസവും നമ്മൾ ഹോട്ടലുകളിലല്ലല്ലോ താമസിക്കുന്നത്. വർഷത്തില് ഇപ്പോ ടൂറുകൾ ഒക്കെ പോകുന്നവരാണെങ്കിൽ വർഷത്തിൽ ഒരു 4 പ്രാവശ്യം അല്ലെ ഒക്കെയാണ് ഹോട്ടലുകൾ നമ്മൾ എടുക്കുന്നുള്ളൂ. ബിസിനസ് പീപ്പിൾസ് ആണെങ്കിൽ മാസത്തിൽ ഒരു 10 ദിവസം അല്ലെങ്കിൽ 5 to 5 to 10 days ഒക്കെയാണ് യൂസ് ചെയ്യപ്പെടുന്നതെങ്കിൽ അത് മാത്രം കണക്ട് ചെയ്തിട്ട് തന്നെ ടേൺ ഓവർ എന്ന് ആലോചിച്ച് നോക്കിയേ. അതടക്കം ഓയോ പോലുള്ള സബ്ജക്റ്റുകളടക്കം നമ്മൾ ഓൾറെഡി ഡൺ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓരോന്ന് പറയുന്നതിൽ ഇറക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു സോഫ്റ്റ്വെയർ അതിന് ചെറിയൊരു ചേഞ്ച് വരുത്തി ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഫീൽഡുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്നവർക്ക് അറിയാം അത് വളരെ സിമ്പിൾ ആണ്. അതേപോലെ ഫ്ലിപ്കാർട്ടിന്റെ ടേൺ ഓവർ ആണെങ്കിലും സ്വന്തമായിട്ട് ഒരു ടാക്സി പോലും പർച്ചേസ് ചെയ്യാതെ ഒരു കാർ പോലും, അവർക്ക് വേറെ കാറുകളൊക്കെ ഉണ്ട്, അല്ലാണ്ട് ടാക്സി വേറെ ആൾക്കാരുടെ കാറുകൾ കണക്ട് ചെയ്തിട്ടുള്ള ജസ്റ്റ് ഒരു ആപ്ലിക്കേഷന്റെ ടേൺ ഓവർ ഇന്ന് 10 ട്രില്യൺസിന് മുകളിലാണെങ്കിൽ, സുമാട്ടോ ആയിക്കോട്ടെ അല്ലെ, കോടികൾ ടേൺ ഓവർ ആണെങ്കിൽ ഓക്സിനോ ഇന്റർനാഷണൽ വലിയ ടേൺ ഓവർ ഒന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ ഈ പറയുന്ന കാര്യം നടന്നിട്ടുണ്ടാവും. അതുക്കും മുകളിൽ നടന്നിട്ടുണ്ടാവും. അതുക്കും മേലെ 1 ട്രില്യൺ 2030 നമ്മൾ ബ്രേക്ക് ചെയ്യും. പക്ഷെ പിന്നീട് വരുന്ന ഓരോ 5 വർഷം കൂടുമ്പോഴും അതിന്റെ 10 ടൈംസ് ഗ്രോത്ത് ആണ്. 2035 10 ട്രില്യൺസും 2040 100 ട്രില്യൺ. ആ സമയം ദൈവാനുഗ്രഹിച്ച് മറ്റ് ആപ്ലിക്കേഷനുകൾ നീളത്തോട് നീളം വെച്ചാൽ അതുക്കും മുകളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലാണ് അത് വിഭാവനം ചെയ്തിട്ടുള്ളത്. പറയുന്നത് കുറഞ്ഞു പോകുമ്പോഴല്ലേ പ്രശ്നം. ബട്ട് പറയുന്നതിലൊക്കെ അപ്പുറം പറയുന്ന ടൈമിന് മുമ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഒരുപാട് മനോഹരമാണ്. ഇത് നമ്മൾ പ്രോപ്പർ ലെവലിൽ എക്സിക്യൂഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വരുന്ന ആ നിമിഷം, ഇത് നിങ്ങൾ മുഴുവൻ നെഞ്ചോട് ചേർത്തെടുക്കുന്ന ഈ നിമിഷം ഒറ്റക്കെട്ടായിട്ട് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 2035 നമ്മൾ എക്സ്പെക്ട് ചെയ്ത ടേൺ ഓവർ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് 2030 നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. അതിന് ഒരുപാട് കോടികൾ ആൾക്കാർ വിചാരിക്കണമെന്നില്ല. ഇത്രയും പേർ ഇന്ന് ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാർ മാത്രം വിചാരിച്ചാൽ മതി. 200 കോടി ആൾക്കാരൊന്നും വേണമെന്നില്ല. അതിന്റെ 0.001% ആൾക്കാർ വിചാരിച്ചാൽ പോലും ഈ കാര്യങ്ങൾ നടത്തിയെടുക്കാവുന്നേ ഉള്ളൂ. ഒരിക്കലും എല്ലാ കാര്യവും കോടികൾ ആൾക്കാർ നിന്നിട്ടല്ല കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വളരെ കുറച്ച് ആൾക്കാർ നിന്നിട്ടാണ്. ഉപ്പ് സത്യാഗ്രഹം തൊട്ട് ഏത് സബ്ജക്ട് എടുത്താലും നമുക്കത് ബോധ്യമാണ്. ആരെങ്കിലും നയിക്കാനുണ്ടാവുന്ന കുറച്ചു പേര് അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് കട്ടയ്ക്ക് നിന്ന് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ലക്ഷ്യം ഇതായിരിക്കണം.
2025 ഈ വർഷം ഏപ്രിൽ മാസം 18-ാം തീയതി മില്യൺ ക്ലബിന്റെ ലോഞ്ചിങ് ഉണ്ടാവും. ഒരു വലിയ ഇനാഗുറേഷൻ ഒക്കെ ഉണ്ടാവും. ഒരു 10,000-കണക്കിന് മെമ്പേഴ്സ് അണിനിരുന്നുകൊണ്ട് ഇതിന്റെ ലോഞ്ചിങ് നടക്കുന്ന സമയം ഇതിൽ 3 പ്രോഡക്റ്റുകൾ ഞാൻ അഷുർ ചെയ്യുന്നു. അതിൽ സ്കൂട്ടർ സെഗ്മെന്റ് 2025 ഏപ്രിൽ 18-ന് ഉണ്ടാവില്ല. ബാക്കി ഉള്ള കാണിച്ചിട്ടുള്ള പ്രൊഡക്റ്റുകൾ മിനിമം 3 സെഗ്മെന്റ് എങ്കിലും നമുക്ക് അന്നേ ദിവസം അതിനു മുമ്പായിട്ട് നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടാവും. അന്നേ ദിവസം ലോഞ്ചിങ്ങിലുണ്ടാവും. അന്ന് നിങ്ങളുടെ എല്ലാവരുടെ ID, അറ്റ്ലീസ്റ്റ് ഒരു ID എങ്കിലും മില്യൺ ക്ലബില് ഇന്ന് 10ഓളം ഐഡികൾ അല്ലെ, നിങ്ങൾക്കറിയാം 10ഓളം ഐഡികൾ മില്യൺ ക്ലബിലേക്ക് ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ അത് നിങ്ങളുടെ എല്ലാവരുടെ ID ഇതിന്റെ ലോഞ്ചിങ് ഡേ വരുന്ന സമയത്ത് ഒരു പൈസ പോലും അഡീഷണൽ അങ്ങോട്ട് കൊടുക്കാണ്ട് വളരെ ഫ്രീ ആയിട്ട് അതിനനുസരിച്ച് പ്രീമിയത്തിലുമൊക്കെ ടീം ഡെവലപ്പ് ചെയ്ത് പ്രീമിയം ക്ലബിലൊക്കെ ടീം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മില്യൺ ക്ലബ് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. ഒരു 150 to 200 പേർ പ്രീമിയം ക്ലബിൽ കംപ്ലീറ്റ് ചെയ്യപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കലി മില്യൺ ക്ലബിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഓക്സി നിങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഡേറ്റ് ഒരിക്കലും മറക്കരുത്. ഇന്നേ ദിവസം നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ടീമിലെ ലെഫ്റ്റും റൈറ്റും നിന്ന് മില്യൺ ക്ലബിലേക്ക് ആൾക്കാർ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഇൻകം കിട്ടുന്ന ഒരു സിറ്റുവേഷൻ അന്നേ ദിവസം ഉണ്ടാകണം. അവിടെ പേരിന് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 20,000 rupees ആണ്. അതേപോലെ തന്നെ ഓഗസ്റ്റ് 1 ഇതിലൊക്കെ കൊണ്ടുവരാൻ പോകുന്ന ഈ ഡേറ്റോട് കൂടി ആണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ കമ്പനി പുതിയ അധ്യായം കുറിക്കുന്നത്. ഈ ഡേറ്റോട് കൂടി ഇവിടെ നിന്ന് അങ്ങോട്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിലെ നമ്പർ 1 ഗ്രോത്ത് റേറ്റിന്റെ ഒരു നാഴികക്കല്ലാണ് ഈ പറയുന്ന ഡേറ്റ്. അതെങ്ങനെ എന്നുള്ളത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അതിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യം കമ്പനി പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ടേൺ ഓവർ എന്ന് പറയുന്നത്, അതായത് 10 times ഓരോ ദിവസവും മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് കമ്പനി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത്രയും നാൾ വരെ കമ്പനിയുടെ ആ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കുകയായിരുന്നു. ഏത് ബിൽഡിങ്ങിന്റെയും ഇപ്പൊ നമുക്ക് 100 നിലയോ 1000 നിലയോ 10,000 നിലയോ 1 കോടി നില ബിൽഡിങ്ങുകൾ പണിയാം. പക്ഷെ അതിന്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട വശം എന്താ? ഫൗണ്ടേഷൻ ആണല്ലേ. ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലാതെ നമ്മൾ എത്ര കെട്ടിപ്പൊക്കിയാലും ചില കമ്പനികളൊക്കെ തുടക്കത്തിലേ വന്ന് പല കാര്യങ്ങളും ഓഫർ ചെയ്യും, പല കാര്യങ്ങളും പറയും. നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ 1 ലക്ഷമോ 10 ലക്ഷമോ കൊണ്ടിട്ട് കഴിഞ്ഞാൽ മാസം അങ്ങനെ തരാം, ഇങ്ങനെ തരാം എന്നൊക്കെ പറയും. അവർ അതിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഈ കഥകളൊക്കെ നമ്മൾ പലരും ഇവിടെ ഒരു കമ്പനിക്ക് പോലും, ഒരൊറ്റ കമ്പനിക്ക് പോലും ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. 10 വർഷത്തെ ഹിസ്റ്ററി എടുത്താൽ ഇത്തരം കഥകൾ പറയുന്ന ട്രേഡിംഗ് നടത്തി, അല്ലെങ്കിൽ അത് നടത്തി, അല്ലെങ്കിൽ കമ്മോഡിറ്റി ട്രേഡിംഗ് നടത്തി, അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ ഒരൊറ്റ കമ്പനിക്ക് പോലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ച്, കാരണം അത് വ്യക്തമായ ഇതില്ല. എങ്ങനെയെങ്കിലും ആൾക്കാരുടെ ക്യാഷ് മേടിച്ചെടുക്കുക എന്ന് മാത്രമാണെങ്കിൽ ലൈബിലിറ്റിയുടെ 10-1 പോലും അസറ്റ് ഉണ്ടായില്ല അത്തരം കമ്പനികൾക്ക്. ലൈബിലിറ്റിയുടെ 10-1 പോലും അസറ്റ് ഇല്ലെങ്കിൽ എങ്ങനെ അവർ റീപേ ചെയ്യും? അപ്പൊ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും തിരിച്ചു തരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ വാട്ട് ഈസ് ദ സ്റ്റെബിലിറ്റി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. തിരിച്ചു തരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു പുതിയ അധ്യായം ഈ ഡേറ്റ് മുതൽ നമ്മൾ കുറിക്കും. അത് കഴിഞ്ഞ് അങ്ങോട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ 2025 ഡിസംബർ 31-ാം തീയതിക്ക് മുമ്പ് ഇന്ത്യയിൽ ഏറ്റവും അധികം ഗ്രോത്ത് റേറ്റ് ഉള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനി, ദാറ്റ് ഈസ് ഓക്സിനോ ഇന്റർനാഷണൽ. ഒരു സംശയമില്ല. ദെൻ ട്രില്യൺ ക്ലബ് ലോഞ്ചിങ്. നിങ്ങളുടെ ആ ഇൻകത്തിൽ നിന്നുള്ള ഡിഡക്ഷൻ ഒക്കെ നിങ്ങൾക്ക് ഇതേപോലൊരു മനോഹരമായിട്ടുള്ളൊരു വില്ല നിങ്ങളുടെ പേരിൽ ഒരു ഓക്സി ഡെവലപ്പ് ചെയ്യുന്ന സിറ്റിയിൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കും. ഇനി ആ സമയത്തേക്ക്
എമൗണ്ട് കംപ്ലീറ്റഡ് അല്ലെങ്കിൽ നോ പ്രോബ്ലം, ബാക്കി ലോൺ ഫെസിലിറ്റി കമ്പനി അറേഞ്ച് ചെയ്ത് തരും. ആ ഡിഡക്ഷൻസ് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി കൊടുത്താൽ മതി, പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും എടുക്കണ്ട. ഈ പുതുവത്സരത്തിൽ കമ്പനി 2 പാക്കുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. 2 പാക്കുകൾ. ദാറ്റ് ഈസ് വളരെ ഈ പാക്കുകൾ എന്ന് പറയുന്നത് ഫാമിലി ഹെൽത്ത് പാക്ക് എന്നാണ് ഇതിന്റെ പേര്. FTSP. SP എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ് പ്രീമിയം ഒരുപോലെ ആക്റ്റീവ് ആവും. 3-ാം തീയതി മുതലാണ് ഇത് വെബ്സൈറ്റിൽ നമുക്ക് ഷോ ചെയ്ത് വരിക. 3-ാം തീയതി മുതൽ. ഇതിൽ 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ സ്റ്റാർട്ടപ്പ് എന്ന് കാണാം, പ്രീമിയം എന്ന് കാണാം, അതിന്റെ താഴെ ഫാസ്റ്റ് ട്രാക്ക് വിത്ത് പ്രീമിയം എന്ന് അല്ല സ്റ്റാർട്ടപ്പ് വിത്ത് പ്രീമിയം എന്ന് കാണാം. ഈ സ്റ്റാർട്ടപ്പ് വിത്ത് പ്രീമിയത്തിൽ 110 RPയുടെ 2 പാക്കുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. 2 പാക്ക്. അപ്പോൾ പ്രീമിയത്തിൽ ആക്റ്റീവ് ആയവർക്ക് ഇതിൽ നിന്ന് എടുക്കാൻ സാധിക്കില്ല. മിനിമം 110 RP ആയിട്ട് ഇതിൽ കയറുള്ളൂ, മാക്സിമം 110 RP കയറുള്ളൂ. ആ രീതിയിലാണത് പ്രൊസീജിയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരേ സമയം 2 എണ്ണമൊന്നും കാട്ടിലേക്ക് ഇടാൻ സാധിക്കില്ല. ഇതിൽ നമുക്ക് 14,997 രൂപയാണ് ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ്. 15,000 രൂപയ്ക്ക് 3 രൂപ കുറവ്. ഇത്രയധികം പ്രൊഡക്റ്റുകൾ കിട്ടും. ന്യൂട്രിയൻ വിറ്റ് കിട്ടും, ഹീമോ പ്ലസ് കിട്ടും, പിൽസിൽ ഏതെങ്കിലും 3 എണ്ണം എടുക്കാം. അതേപോലെ തന്നെ ഡിമിക്സ് തുടങ്ങി അലോവേര ജ്യൂസ് അടക്കമുള്ള ഏകദേശം 10, 12, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 and 12. ഈ 12 പ്രോഡക്റ്റുകളിൽ നിന്നും ഇഷ്ടമുള്ള 4 പ്രൊഡക്റ്റും എടുക്കാം. ഒരു ബാരിക്കേഡും വെച്ചിട്ടില്ല, ഇന്നതേ പാടുള്ളൂ, ഇന്നതേ എടുക്കാവുള്ളൂ, ഒന്നുമില്ല. ഇഷ്ടമുള്ള എടുക്കാം. അപ്പൊ എല്ലാ പ്രൊഡക്റ്റും അവർക്ക് ചൂസ് ചെയ്യാം. ഇപ്പൊ ചില ക്ലസ്റ്ററുകൾ എടുക്കുമ്പോൾ നമുക്ക് ലിവ പിൽസ് കിട്ടാറില്ല. പക്ഷെ ഇതിൽ അങ്ങനെയൊന്നുമില്ല, ഏത് വേണമെങ്കിലും എടുക്കാം. ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് അടക്കം 15,000 രൂപയ്ക്ക് 3 രൂപ കുറവ്. 14,997 രൂപ. സാധാരണ സ്റ്റാർട്ടപ്പിന്റെ കൊറിയർ ചാർജ് വരുന്നത് 100 രൂപ. പ്രീമിയത്തിന്റെ കൊറിയർ ചാർജ് മാത്രമല്ല, അതിന്റെ ഹാൻഡ്ലിംഗ് അടക്കമാണ് വരുന്നത്. ഹാൻഡ്ലിംഗ് ചാർജും എല്ലാം അടക്കം ഹാൻഡ്ലിംഗ് ചാർജ് വരുന്നത് 100 രൂപ. പ്രീമിയത്തിന് 250 റുപ്പീസ്. അങ്ങനെ 350 ആണെങ്കിൽ ഇതിൽ രണ്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ 300 റുപ്പീസേ ഉള്ളൂ. ഇതിന് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്റ്റാർട്ടപ്പില് 10 RP ഉള്ളവർക്ക് കേട്ടോ, സ്റ്റാർട്ടപ്പിൽ 10 RP ഉള്ളവർക്ക് ഈ പാക്ക് എടുത്തു കഴിഞ്ഞാൽ പ്രീമിയം ആക്ടിവേഷൻ ആകും. ആ 10 RP സ്റ്റാർട്ടപ്പിൽ വരുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ റീപർച്ചേസ് പ്ലാനിലേക്ക്, ജനറേഷൻ പ്ലാനിലേക്ക് ജമ്പ് ആയിക്കോളൂ. പക്ഷെ പ്രീമിയം ആക്റ്റീവ് ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ചൂസ് ചെയ്യാൻ പറ്റില്ല, ഇത് ഓപ്പൺ ആവില്ല. ആ രീതിയിലാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. 3-ാം തീയതി മുതൽ സൈറ്റിൽ ഓപ്പൺ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ സോഫ്റ്റ്വെയർ ഒരു ഓഫ് ഉള്ളത് കൊണ്ട് നാളെ ഒരു ദിവസം ഫുള്ളായിട്ട് ഇരുന്നിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. 2-ാമത്തെ പാക്ക് ഇതാണ്. നമുക്ക് FTSP യൂട്ടിലിറ്റി പാക്ക്. യൂട്ടിലിറ്റി പാക്കിൽ നമുക്ക് ഇത്രയധികം പ്രോഡക്റ്റുകളുണ്ട്. ഒരു കാഞ്ചീപുരം സാരി വിത്ത് ഒരു സ്യൂട്ട് മെറ്റീരിയൽ ഉണ്ട്. ഇനി സാരി ആവശ്യമില്ലെങ്കിൽ 2 ഷർട്ടും 2 പാന്റും ഒരു സ്യൂട്ട് മെറ്റീരിയലും ഇതിന് നമ്മൾ കൊടുക്കേണ്ടത് 14,999 രൂപ മാത്രം. കൂടാതെ നമുക്ക് ഈ പറയുന്ന 4 പ്രോഡക്റ്റിൽ ഏതെങ്കിലും 3 എണ്ണം ഫ്രീ ആയിട്ട് എടുക്കാം. ഒരു എക്കോ ഫ്രഷ് ഓസോണൈസർ, അത് നമുക്ക് നമ്മളുടെ കാറിന്റെ അകമോ വീടിന്റെ അകമോ ഒക്കെ ശുദ്ധീകരിക്കാനോ, നമ്മൾ വാങ്ങുന്ന വെജിറ്റബിൾസോ ഫിഷോ മീറ്റോ ഒക്കെ ക്ലിയർ ചെയ്യാനോ ഒക്കെ ഉപകരിക്കും. അതേപോലെ തന്നെ ഒരു സിലിക്കോൺ വാട്ടർ ലെവൽ കൺട്രോളർ വിത്ത് സ്വിച്ച്, അത് മാർക്കറ്റിൽ അന്വേഷിച്ചാൽ മതി, അതിന്റെ പ്രൈസ് നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ മോട്ടറൊക്കെ അടിച്ചു കഴിയുമ്പോൾ, വെള്ളം അടിച്ചു കഴിയുമ്പോൾ
ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആകും. തനിയെ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ തനിയെ ഓൺ ആകും. ഓട്ടോമാറ്റിക്കലി ഒരു കൺട്രോൾ സിനിക്കോൺ എന്ന് പറഞ്ഞ ബ്രാൻഡഡ് കമ്പനിയാണ്. ജസ്റ്റ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ നമുക്കതറിയാം. അല്ലെങ്കിൽ ഒരു ഗ്യാസ് സേഫ്റ്റി ഡിവൈസ്, ദെൻ അല്ലെങ്കിൽ ഒരു ടൈമെക്സ് വാച്ച്. ഇതിലേതെങ്കിലും നാലെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതിലേതെങ്കിലും 3 നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷെ ഈ പാക്ക് നമ്മളുടെ സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ലിമിറ്റഡ് പീരീഡ് ഓഫറാണ്. ബട്ട് ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റുകളിൽ മാറ്റം വന്നുകൊണ്ട് ഇപ്പൊ ചിലപ്പോ വാച്ചിന് പകരം വേറെ പ്രൊഡക്റ്റുകളൊക്കെ വന്നുകൊണ്ട് ഈ പാക്കുകൾ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഇനിയാണ് അങ്ങോട്ട് ഒരു അത്യുഗ്രൻ ഒരു സബ്ജക്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പുതുവത്സര സമ്മാനമാണ്. നിങ്ങളുടെ കണ്ണ് തുറന്നു വെക്കുക, കാത് കൂർപ്പിക്കുക. പുതുവത്സര സമ്മാനം. ഇതെന്തിനാ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണമെന്ന് ചോദിച്ചാൽ വളരെ വിശാലമായിട്ട് ചിന്തിച്ചിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. വൈ? ബിക്കോസ് ഞാൻ ആ സ്ക്രീൻ ഷെയറിലേക്ക് വരാനായിട്ട് എല്ലാവരും നിങ്ങൾ അല്ലേ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ കൊണ്ടുവരാം. ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞോട്ടെ. കാരണം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു സ്റ്റഡി എടുക്കുമ്പോഴേ, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഡീറ്റെയിൽഡ് ഒരു സ്റ്റഡി എടുക്കുമ്പോൾ കഴിഞ്ഞ ഒരു 4-5 വർഷം നോക്കിയാൽ ഡയറക്ട് സെല്ലിംഗിൽ ഇപ്പൊ അതിനു മുമ്പ് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും, അതായത് ഒരേ കമ്പനി തന്നെ ഒരു 5 വർഷവും 10 വർഷവും ഒക്കെ ചെയ്തവരുടെ അസറ്റ് എന്ന് പറയുന്നത് 100 കോടിക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. 100 കോടിക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ ഒരു സമീപ സമയത്ത് നമ്മൾ കാണുമ്പോൾ ഒരു 5 വർഷമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗിൽ കോൺഫിഡൻസ് ഉള്ളവർക്ക് അറിയാം, അതിനെക്കുറിച്ച് പഠിച്ചവർക്ക് അറിയാം, അതിനെക്കുറിച്ച് നോളജ് ഉള്ളവർക്ക് അറിയാം, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. പക്ഷെ ബാക്കി അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പല ഫണ്ട് കമ്പനികൾ വരും. ഇതൊക്കെ അമിതമായ ഓഫറൊക്കെ കൊടുത്ത് ഈ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ ഇവർക്ക് ഇതിനെക്കുറിച്ച് നോളജ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, അവരുടെ തെറ്റല്ല. അവർക്ക് അതിലെ അനുഭവം ഇല്ലാത്തതുകൊണ്ട്, എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അവരൊക്കെ ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇതൊക്കെ മാക്സിമം നിങ്ങൾ എഴുതി വെച്ചോ, മാക്സിമം 2 വർഷം 3 വർഷം 4 വർഷത്തിനപ്പുറത്തേക്കൊന്നും ഇത് പോവില്ല. അത് കഴിഞ്ഞാൽ വീണ്ടും ഇവര് ഒന്നേന്ന് പണിയെടുക്കണം. പിന്നെ നാട്ടുകാരുടെ മുന്നിൽ ഇറങ്ങാൻ പറ്റൂല, അവര് പ്രോബ്ലം ഉണ്ടാക്കും, പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഡയറക്ട് സെല്ലിംഗില് നേരത്തെ തൊട്ട് എക്സ്പീരിയൻസ് ഉള്ള പലർക്കുമാണ് ഈ കുറവാണ് 100 കോടിക്ക് മുകളിൽ അസറ്റ് നിൽക്കുന്നതെങ്കിൽ ഈ കഴിഞ്ഞ ഒരു 3-4 വർഷം നോക്കുമ്പോൾ ഇത്തരം പല മോഹന വാഗ്ദാനങ്ങൾ വരുന്നതുകൊണ്ടാണ് ആൾക്കാർ ഈ ചാടി പോകുന്ന ഈ മങ്കി ടൈപ്പ്, ഈ കുരങ്ങന്മാരാണല്ലോ ഈ ചാടിക്കൊണ്ടിരിക്കുന്നത്, അത്തരം പ്രവണതകൾ ഉള്ളത് കൊണ്ടാണ് പുതിയ ലീഡേഴ്സ് ആ ഗണത്തിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടാത്തത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഏത് ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലാണെങ്കിലും ഒരു 2 വർഷത്തേക്ക് പൂർണ്ണമായിട്ട് നമ്മളെ വിൽക്കാൻ തയ്യാറല്ലെങ്കിൽ, അതിൽ അടിയുറച്ച് നിൽക്കാൻ, വിശ്വസിച്ച് നിൽക്കാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ, ഒരു 2 ഇയേഴ്സിലേക്ക് നമ്മൾ തയ്യാറായാൽ ഈ പറയുന്ന 100 കോടിക്ക് മുകളിൽ ഈസി ആയിട്ട് നമ്മുടെ കൈകളിൽ ഭദ്രമായിട്ട് വരും. നമ്മൾ ഡെവലപ്പ് ചെയ്ത ടീം കൊണ്ട്, ബിൽഡ് ചെയ്ത ടീം കൊണ്ട്. അതിലധികം വിദൂരമൊന്നുമല്ല. ചിലർക്കൊരു 5 ഇയേഴ്സ് ഒക്കെ കൊണ്ട് അതിലേക്ക് എത്താൻ സാധിക്കും, ചിലർക്കൊരു 10 ഇയേഴ്സ് കൊണ്ട് എത്താം. ഒരു 2 ഇയേഴ്സ് അതിൽ നിന്ന് ടീം ബിൽഡ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു 1000 നിലയുടെ ഒരു കെട്ടിടം പണിയാനായിട്ട് ഫൗണ്ടേഷന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ കെട്ടിടം 1000 നില പൊന്തില്ല, 500 നിലയാകുമ്പോൾ ഇടിഞ്ഞു പൊളിച്ച് താഴെ വീഴും. ആ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കണം. അപ്പൊ ഒരു 2 ഇയേഴ്സിലേക്ക് ഇവിടെ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓക്സി മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഒരു ഗംഭീര ഓഫറാണ് കമ്പനി പ്ലാൻ ചെയ്തിട്ടുള്ള ന്യൂ ഇയർ ധമാക്ക. ദിസ് ഓഫർ വളരെ സിമ്പിൾ. ഞാൻ നേരത്തെ അത് 3-ാം തീയതി തൊട്ടാണ് സൈറ്റിൽ വരുവുള്ളൂ കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച 2 പാക്കുകളിൽ മാത്രമാണ് ഈ ഓഫർ ഉള്ളത്. സെപ്പറേറ്റ് പ്രീമിയവും സെപ്പറേറ്റ് സ്റ്റാർട്ടപ്പും വന്നു കഴിഞ്ഞാൽ ഇല്ല, ഒരേ പാക്കിൽ തന്നെ വേണം. ഇൻ കേസ് ഇനിയിപ്പോ സ്റ്റാർട്ടപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അതേ യൂസർ ഐ ഡിയിൽ തന്നെ ഈ കമ്പൈൻഡ് സ്റ്റാർട്ടപ്പ് വിത്ത് പ്രീമിയം പർച്ചേസ് ചെയ്യപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ടപ്പിലെ 10 RP റീപർച്ചേസിലേക്ക് വയ്ക്കോളൂ,
ഇതിൽ പ്രീമിയത്തിൽ ആക്റ്റീവ് ആവുകയും ചെയ്യും. ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു 10 പേരെ ഈ മാസം 31 വരെ ടൈമുണ്ട്. ചിലപ്പോൾ 30 വരെയും കൊടുത്തിട്ട് അല്ലെങ്കിൽ 25 വരെയും കൊടുത്തിട്ട് 5 ദിവസം എക്സ്റ്റെൻഡ് ചെയ്യുന്ന പരിപാടി ഇതിലില്ല. ഇത് 31 പറഞ്ഞാൽ 31 എൻഡാണ്. ഒരു നിമിഷം പോലും പിന്നെ കിട്ടൂല. 31 വരെ ടൈമുണ്ട്. 1 മുതൽ 31-നകം വെറും 10 പേരെ ഡയറക്റ്റ് ആയിട്ട് സ്പോൺസർ ചെയ്യുക. അല്ലെങ്കിൽ നോ പ്രോബ്ലം 20 പേർ, വെറും 20 പേഴ്സ്. നമ്മുടെ ഓൾട്ടർനേറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ 20, റൈറ്റ് സൈഡിൽ 20 പേരെ 20 പെയർ കംപ്ലീറ്റ് ചെയ്താലും നമുക്ക് ഈ ഓഫർ കിട്ടും. ഒരു സ്കൂട്ടർ, ബൈക്ക്, 2 വീലർ ഫണ്ടിലേക്ക് കമ്പനി 50,000 രൂപയാണ് തരുന്നത്. ആ 50,000 രൂപ നമുക്ക് ഇനിഷ്യലി തരുന്നത് 10,000 റുപ്പീസ് ആണ്. ബാലൻസ് 24 മാസത്തേക്ക് ഈക്വൽ ആയിട്ട് 24 മാസവും നമുക്ക് EMI പോലെ കിട്ടിക്കൊണ്ടിരിക്കും. 40,000 രൂപ. വേറൊന്നിനുമല്ല, അവരൊരു 2 വർഷമെങ്കിലും ഇതിൽ നിൽക്കണം. എങ്കിൽ മാത്രമാണ് അവരുടെ ടീം ബിൽഡ് ചെയ്യുന്നത്. അവരൊരു ഫുൾ ടൈമർ ആയിരിക്കണം. 20 പേർ തികച്ചാണ് നിങ്ങൾ ഇത് വാങ്ങുന്നത്. അടുത്ത മാസം ഫുൾ ടൈം ആയിട്ട് നിങ്ങൾ ചെയ്യുന്നു. ഒരു 2 പേരെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 10% എങ്കിലും ബിസിനസ് കോൺട്രിബ്യൂട്ട് ചെയ്താൽ മതി. പക്ഷേ അവിടെ കമ്പനി പറയുന്നു എന്താണെന്നറിയോ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു 2 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് 1 മാസം പനി പിടിച്ച് കടന്നുപോയി, നിങ്ങളുടെ ടീമൊന്നും ആക്റ്റീവ് അല്ല എന്ന് കരുതുക. നിങ്ങൾ പനി പിടിച്ച് കടന്നുപോയി, ആ മാസം ഒരു ബിസിനസ് നടന്നില്ല. പക്ഷെ നിങ്ങൾ, കമ്പനിക്ക് അറിയാം നിങ്ങൾ വേറെ പരിപാടികൾക്കൊന്നും പോയിട്ടില്ല, നിങ്ങൾക്ക് അസുഖം മൂലമാണ്, അല്ലെ നിങ്ങളുടെ എന്തെങ്കിലും ഇപ്പോ ചെറിയ ആക്സിഡന്റ് ഒക്കെ ആയി നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, നമുക്ക് ബിസിനസ് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ അണ്ടർസ്റ്റുഡ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബിസിനസ് ഒന്നും നോക്കിയാല അത് ആ മാസത്തെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മള് അതായത് എന്താ പറയും, ഒരു 2 ഇയേഴ്സ് അല്ലെങ്കിലും നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്തെങ്കിൽ മാത്രമാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഒരു 100 കോടിയെങ്കിലും ഡയറക്ട് സെല്ലിംഗിൽ നിന്ന് സ്വപ്നം കാണാൻ സാധിക്കുള്ളൂ. ഇന്നലെ രാത്രിയിലൊക്കെ നടന്ന പ്രോഗ്രാം ഞാനതിൽ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പൊ അതില് 3,000 കോടിയും 4,000 കോടിയൊക്കെ വാങ്ങുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ കേട്ടില്ലേ? അതിലേക്കൊക്കെ നിങ്ങൾക്ക് എത്താൻ പറ്റും. മറ്റുള്ളവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. കാരണം അവർക്ക് നിങ്ങളെക്കാൾ കൂടുതൽ കയ്യോ കാലോ കണ്ണോ ഒന്നുമില്ല. നിങ്ങൾക്ക് 2 കൈയാണെങ്കിൽ ആ വാങ്ങിയവർക്ക് 2 കൈയേ ഉള്ളൂ. നിങ്ങൾക്ക് 2 കണ്ണാണെങ്കിൽ അവർക്കും 2 കണ്ണേ ഉള്ളൂ. കൂടുതലൊന്നും പ്രത്യേകതകളില്ല. അവര് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോയി. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, 31-ാം തീയതി വരെ ഈ ഓഫർ ഉണ്ട്. ബട്ട് മൈ ഡിയർ ലീഡേഴ്സ്, മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ്, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, ഒരു 21 ദിവസം, 31-ാം തീയതിയാണ് ഇതിന്റെ എൻഡെങ്കിലും നിങ്ങളുടെ മൈൻഡിൽ ഒരു 21-ാം തീയതി എൻഡായിട്ട് കാണുക. ഈ 21 ദിവസത്തേക്ക് നിങ്ങൾ പരമാവധി വ്യക്തികളിലേക്ക്, പരമാവധി ടീമുകളിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മാക്സിമം മെമ്പേഴ്സിലേക്ക്, ഇനി ഒരു ദിവസം 10 പേരോട് പറയാൻ പറ്റുമെങ്കിൽ 10 പേരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുക. ഈ ബിസിനസിനെ കുറിച്ച്, ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് സംസാരിക്കുക. പ്രൊഡക്റ്റോ മറ്റു കാര്യങ്ങളോ അല്ല ഞാൻ പറയുന്നത്, ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് ഒരു ദിവസം 10 പേരോടോ 15 പേരോടോ സംസാരിക്കുക. ഇനി അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരാളോടെ പറയാൻ പറ്റുന്നുള്ളെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാളോടെങ്കിലും പറയുക. 21 ദിവസം ഇത് പാലിക്കണം. ഈ 21 ദിവസം, ഈ വർഷത്തിന്റെ തുടക്കത്തിലെ 21 ദിവസം നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള എൻറ്റയർ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയി മാറുന്നതിന് വേണ്ടി ഈ 21 ദിവസത്തെ നിങ്ങൾ വിഭജിക്കുക. ഈ 21 ദിവസം നിങ്ങൾ ഇതിലേക്ക് മാക്സിമം വ്യക്തികളിലേക്ക് ഈ പ്രോജക്റ്റിനെ കുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഐ അഷ്വർ യു, നിങ്ങളുടെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ഈ ന്യൂ ഇയർ ധമാക്ക അച്ചീവ് ചെയ്തവരുണ്ടാവും. നിങ്ങൾക്ക് എന്തായാലും ഗ്യാരണ്ടി ആയിട്ട് ഇത് വിൻ ചെയ്യാൻ സാധിക്കും. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും മിനിമം ഓരോരുത്തരെ വിൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുക്കുക.
ആ 21, കാരണം ഈ 21 ദിവസം വളരെ ക്രൂഷ്യലാണ് സുഹൃത്തുക്കളെ. പല കഴിഞ്ഞ വർഷങ്ങളിലും നാളെ നാളെ എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ടുള്ള ഈ ദിവസങ്ങൾ, ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ലൈഫിന് വേണ്ടി, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി നിങ്ങൾക്കൊരു ചേഞ്ച് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ പറയുന്ന ഇന്ന് മുതൽ അങ്ങോട്ടുള്ള 21 ദിവസം മാക്സിമം പേരിലേക്ക് പ്രൊജക്ട് കൊടുക്കുക. നിങ്ങൾ ഉറപ്പായിട്ടും വിൻ ചെയ്യും. ഒപ്പം 21-ാം തീയതിക്ക് മുന്നിൽ തന്നെ നിങ്ങൾ വിൻ ചെയ്യാനുള്ള സ്റ്റെപ്പ് എടുത്തിരിക്കണം, ചെയ്തിരിക്കണം. അപ്പൊ ഉറപ്പായിട്ടും 31-ാം തീയതിക്ക് മുമ്പ് നിങ്ങളുടെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും മിനിമം ഓരോരുത്തരെങ്കിലും ഉണ്ടാവും. ഈ ഓഫർ 50,000 രൂപയുടെ ഈ ഓഫർ വെറും അല്ലെ ചെറുവിരലനക്കിയാ മതി. ഇതിനേക്കാൾ വലിയൊരു ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഈ ഓഫറുകൾ വിൻ ചെയ്തുകൊണ്ട് മില്യൺ ക്ലബൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ അതിന്റെയൊക്കെ ഒരു സീലിംഗ് പൊസിഷനിൽ നിൽക്കുന്നതിന് വേണ്ടിയും 2025 ഡിസംബർ 31-ാം തീയതിക്ക് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും അധികം ഗ്രോത്ത് റേറ്റുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായിട്ട് ഓക്സി മാറുമ്പോൾ അതിൽ തിളങ്ങുന്ന നക്ഷത്രങ്ങളായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഒരു ഗംഭീരമായിട്ടുള്ള പുതുവത്സര ആശംസകൾ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക്സ് അലോട്ട്. താങ്ക് യു സാർ. എന്തായാലും അതിമനോഹരമായിട്ടുള്ള ഒരു ഓഫർ കേട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു ത്രില്ലിംഗിലാണ്. എന്തായാലും ഇത്രയും അല്ലെ, നമ്മൾ ഈ 1-ാം തീയതിയുടെ ന്യൂ ഇയർ ഓഫർ ഇത്രമാത്രം നമുക്ക് കിട്ടുമെന്ന് ശരിക്കും നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അത്രയുമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞ പോലെ 1 മിനിറ്റ് പോലും നമുക്ക് വാല്യൂബായി മാറാൻ പോവാണ് പറഞ്ഞു തീരണ മുമ്പ് തന്നെ ആ ഒരു മണിക്കൂർ കൊണ്ട് ഈ ധമാക്ക എന്ന് പറഞ്ഞാൽ ഇത് ചിന്തിക്കുന്നതിന്റെ അപ്പുറമുള്ള ഒരു ധമാക്ക ഓഫറാണ് നമുക്ക് സാർ നമുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും എല്ലാവർക്കും ഈ ഒരു ന്യൂ ഇയറിന്റെ ഈ ഒരു ജനുവരി മാസം തന്നെ നിങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള ഒരു ആവേശം കൊടുക്കാനും, അതുപോലെ തന്നെ ഈ ഒരു ഓഫർ ഞാൻ നേടും എന്നുള്ള ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് നിങ്ങളുടെ ടീമിലെ റൈറ്റിലെ ഒരാൾക്ക് ലെഫ്റ്റ് ഒരാൾക്ക് ഞാൻ ഈ ഒരു ഓഫർ ഈ തമാക്ക ഓഫർ ഞാൻ എടുത്ത് കൊടുത്തിരിക്കും എന്നുള്ള ആ ഒരു ആവേശം കൊണ്ട് നിങ്ങൾ സ്റ്റെപ്പ് എടുക്കാൻ തുടങ്ങിയാൽ നമ്മുടെ മാറ്റം ആരും ചിന്തിക്കാതിന്റെ അപ്പുറം ഒരു മാറ്റമായിരിക്കും. എന്തായാലും ഒരുപാട് താങ്ക്സ് നമ്മുടെ വിഷണറി ആൻഡ് ഫൗണ്ടർ ഡോക്ടർ അബ്ദുൽ അസാദ് സാറിനെ നമുക്ക് രേഖപ്പെടുത്താം. നിങ്ങൾ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഓക്സിജനോട് ചേർന്ന് നിന്നാൽ വെറുതെ ഒന്ന് സൈൻ ചെയ്ത് അവരുടെ പേരും മൊബൈൽ നമ്പറും ഒന്ന് രജിസ്റ്റർ ചെയ്താൽ 10,000 രൂപ വരെ നമ്മൾ ഈ വാലറ്റിൽ കൊടുക്കണം. ഇന്ന് ലോകത്തിൽ ഒറ്റ ഒരു കമ്പനി മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് വീണ്ടും നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എത്രത്തോളം നമ്മൾ ഈ ഒരു 2030 വരുമ്പോ എന്തായാലും പറഞ്ഞ ഓരോരോ സ്റ്റെപ്പുകളും ഇതുവരെ പാലിച്ചിട്ടുള്ള കമ്പനിയാണ്. അപ്പൊ ഇനിയും ഇതിന്റെ ഒപ്പം ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എങ്ങോട്ടോ ഒരു സ്വപ്നത്തിന്റെ, അതായത് നമ്മൾ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പുറം നമ്മുടെ അക്കൗണ്ടുകളിൽ വരാൻ പറ്റിയ മേഖലയായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ഈ ഹാപ്പി ന്യൂ ഇയർ പറയാം. അപ്പോ ഈ ഒരു ഓഫർ നിങ്ങൾ ഈ ഒരു പറഞ്ഞ ഡേറ്റ് സാറ് പറഞ്ഞത് 21 ആണെങ്കിൽ അതിന് മുമ്പ് തന്നെ ഞങ്ങൾ അത് നേടിയിരിക്കും എന്ന് നിങ്ങൾ ആവേശം കൊണ്ട് അത് എല്ലാവർക്കും നേടാൻ സാധിക്കട്ടെ. അപ്പോ ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി സ്പെഷ്യൽ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഹെൽത്തും വെൽത്തും എപ്പോഴും അതിമനോഹരമായിട്ട് മാറണേന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ആൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. താങ്ക് യു.